ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഫോൺസിൻ്റെ കമ്പയറേഷൻ ചെയ്തിട്ട് ജയിച്ച ഒരു ഫോൺ, അതും ഓപ്പോ K30 ടെർബോ തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആ വീഡിയോ ആണ്. നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ദി വീഡിയോ. ആദ്യം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ പോവുക. അതിനുശേഷം ഫോൺ എടുക്കുക. ഫോൺ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഓക്കെ, ഇതാണ് ഫോൺ. ഇതാണ് ഓപ്പോ K30 ടെർബോ. ഈ രണ്ട് ഫോൺ, ഓപ്പോ K30 ടെർബോ 5Gയും റിയൽമി P3 അൾട്രാ 5Gയും ആണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് രണ്ട് ഫോണുമാണ് റിവ്യൂ ചെയ്തപ്പോൾ ഈ രണ്ട് ഫോണാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഫോണാണ് ചെയ്യാൻ പോകുന്നത്. റിയൽമി P3 അൾട്രാ എന്ന് പറയുന്ന റിയൽമി P3 അൾട്രയാണ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഓപ്പോ K30 ടെർബോ. ഓക്കെ, ഇതിപ്പം വേഗം പൊക്കോ. അപ്പം നമുക്ക് റിയൽമി തന്നെ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പ്രോ വേരിയൻ്റ് ഞാൻ ചെയ്യുന്നില്ല. പ്രോ വേരിയൻ്റ് ഈ പ്രൈസ് റേഞ്ചിന് വരുന്നതല്ല, അതുകൊണ്ട് ഞാൻ പ്രോ വേരിയൻ്റ് എടുക്കുന്നില്ല. പ്രോ വേരിയൻ്റ് അല്ല, ഓപ്പോ K30 ടെർബോയാണ് ഞാൻ എടുക്കുന്നത്. പ്രോ വേരിയൻ്റ് ഞാൻ എടുക്കുന്നില്ല. അതും ഇതിൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ അതിന് പറ്റത്തില്ല, കാരണം പ്രൈസും കൂടുതലാണ്, അങ്ങനത്തെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫോണിലോട്ട് പോകാം. റിയൽമി P3 അൾട്രാ 5G. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1450K AnTuTu സ്കോറോടെ വരുന്നുണ്ട്. ഡയമണ്ട്സിറ്റി 80,350 ആണ് വരുന്നത്. അൾട്രാ 5G ചിപ്സെറ്റാണ്. 4K 60 FPS വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. 1.K കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ്. പിന്നെ ആ ചിപ്സെറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മീഡിയാടെക്കിൻ്റെ ഡയമണ്ട്സിറ്റി 8350 കർവ്ഡ് ഡിസ്പ്ലേ ആണ്. സ്ലിമ്മാണ്, കർവ്ഡ് ആണ് കേട്ടോ. 6000 mAh ബാറ്ററിയും 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും തരുന്നുണ്ട്. സ്ലിമ്മാണ്, 4K വീഡിയോ ഒക്കെ തരുന്നുണ്ട്. പിന്നെ IP69 ഇതൊക്കെ തരുന്നുണ്ട്. പിന്നെ AnTuTu സ്കോറിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പ്രോസസ്സറും അത്യാവശ്യം കൊള്ളാം, ഈ വിലയ്ക്ക് കൊള്ളാം. 4K വീഡിയോ സപ്പോർട്ടിങ്ങും തരുന്നുണ്ട്. പിന്നെ 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1.55K ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ വരുന്നൊരു ഫീച്ചറാണ് ദി വേൾഡ് ഫസ്റ്റ് ഗ്ലോയിങ് ലൂണാർ ഡിസൈൻ എന്ന് പറയുന്നൊരു ഫീച്ചർ. ഗ്ലോയിങ് വിത്ത് അൾട്രാ സ്ലിം സ്റ്റൈൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഒരു ലൂണാർ ഡിസൈൻ ഞാൻ കാണിച്ചത് ഇതല്ല, ഇതാണ്ട് കിടക്കുന്നത്. ഇതാണ് ലൂണാർ ഡിസൈൻ. ഇത് ഗ്ലോ ചെയ്യുമെന്നാണ് പറയുന്നത്, കണ്ട. പിന്നെ ഇത് 50 ഗ്ലോ ചെയ്യുന്ന ലൂണാറാണ് ഇത്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ AI ക്യാമറയാണ് വരുന്നത്. AI ഇറേസർ വരുന്നുണ്ട്. AI ബെസ്റ്റ് ഫേസ് വരുന്നുണ്ട്. AI മോഷൻ പോലത്തെ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതിൽ ലൈവ് ഫോട്ടോ ഇൻ 2K വരുന്നുണ്ട്. ഓക്കെ, വാവ്, AI ക്യാമറയാണ് വരുന്നത്. പിന്നെ സോണി ഫ്ലാഷ്ഡ് 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ എന്തോ കാര്യമായിട്ട്. പിന്നെ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങാണ് വരുന്നത്. അതിൽ 17 ഹവേഴ്സിൻ്റെ വീഡിയോ പ്ലേയിങ് വരുന്നുണ്ട്. 10 ഹവേഴ്സ് ഗെയിമിംഗ് പ്ലേ വരുന്നുണ്ട്. 5 വർഷത്തെ ബാറ്ററി ഹെൽത്തും പറയുന്നുണ്ട്. പിന്നെ AI സ്മാർട്ട് ചാർജിങ് വരുന്നുണ്ട്. 47 മിനിറ്റ് കൊണ്ട് 120 വരെ ഫുൾ ചാർജ് ആവും. അതിൽ
കണ്ടോ 120 വരെ ഫുൾ ചാർജ് ആവുന്നുണ്ട്, 100 വരെ സോറി. പിന്നെ അഡ്വാൻസ്ഡ് ബാറ്ററി ഹെൽത്ത് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ 6050 mm², -19 CPU ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ലാർജസ്റ്റ് ആക്രോ സ്പേസ് VC കൂളിംഗ് ചാമ്പറാണ് വരുന്നത്. കൊള്ളാം. കൂളർ ഫോൺ സ്മൂത്ത് പെർഫോമൻസ് എന്നാണ് പറയുന്നത്. പിന്നെ IP69 ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, വാട്ടർ പ്രൂഫ് ഫോണാണ്. ഓക്കെ, നല്ലൊരു ഫോണാണ്. ഓക്കെ, പിന്നെ എൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ആണല്ലോ ലുക്ക് വരുന്നത്, ഇതാണ് ലുക്ക്. കണ്ടേ, ലൂണാറിൻ്റെ സീനല്ലേ മോനെ. ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. ഓക്കെ, കാണല്ലോ. വില ഞാൻ പറഞ്ഞത്, ഇതിന് 3 കളറിലാണ് വരുന്നത്. ബ്ലൂവും റെഡും ലെതർ ഫിനിഷ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ലൂണാറിറ്റ് എന്ന് പറഞ്ഞത് ഒരു ഗ്ലോ, നേരത്തെ പറഞ്ഞോളൂ. പിന്നെ സ്റ്റോറേജ് 256 GB + 18 GB 26,000 വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ 256 GB + 8 GB 23,000 വരുന്നുണ്ട്. അത് 24,000. 158 GB + 8 GB 22,000 രൂപയും വരുന്നുണ്ട്. ഇതിൽ പിന്നെ AMOLED ആണ്, 4K 1.5K AMOLED ആണ് വരുന്നത്. ഇതിൽ ബ്രൈറ്റ്നെസ് പറയുന്നില്ലല്ലേ. ഓ ഗോഡ്, പറയണ്ട. നമുക്ക് ബ്രൈറ്റ്നെസ് തപ്പാം, പോവുക നോക്കട്ടെ. ബ്രൈറ്റ്നെസ് ഡിസ്പ്ലേ ഫീച്ചേഴ്സിൽ പോകുമ്പോൾ അത് ഡിസ്പ്ലേ ഫീച്ചേഴ്സിൽ അതാണ്ട് കിടക്കുന്ന ബ്രൈറ്റ്നെസ് 600 നെറ്റിൻ്റെ നോർമൽ ബ്രൈറ്റ്നെസ് വരുന്നുണ്ട്. 120 നെറ്റിൻ്റെ HBM ബ്രൈറ്റ്നെസ് വരുന്നുണ്ട്. 1200 നെറ്റിൻ്റെ HBMI ബ്രൈറ്റ്നെസ് വരുന്നുണ്ട്. 1500 നെറ്റിൻ്റെ APL ബ്രൈറ്റ്നെസ്സും വരുന്നുണ്ട്. പിന്നെ റിഫ്രഷിംഗ് റേറ്റ് 60 Hz, 90 Hz, 120 Hz വരുന്നുണ്ട്. പിന്നെ സ്പോർട്സ് ഡാർക്ക് മോഡ് വരുന്നുണ്ട്, ഐ പ്രൊട്ടക്ഷൻ മോഡും വരുന്നുണ്ട്. ഇല്ലേ, ടച്ച് പോയിൻ്റ് 10 ടച്ച് പോയിൻ്റാണ് വരുന്നത്. ഗ്രേറ്റ്, കൊള്ളാം. പിന്നെ ടച്ച് ഫ്ലാപ്പിംഗ് റിഫ്രക്റ്റ് ഓക്കെ, അതെന്ന് പറയുന്നത് 240 Hz, മാക്സിമം 240 Hz വരെ പോകും. ഇതാണ് സീൻ. ഒരു പൊളി ഫോണാണ് കേട്ടോ. AMOLED ഡിസ്പ്ലേ വരുന്ന നല്ലൊരു കിടിലൻ ഫോൺ. ഓക്കെ, നല്ലൊരു ഫോണാണ്. ഡിസ്പ്ലേയെക്കുറിച്ച് അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ടച്ച് പോയിൻ്റ് HD, പിന്നെ HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ എല്ലാ ഫോണിലും സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ വെയിറ്റൊക്കെ കണ്ടോ, നല്ല അത്യാവശ്യം ക്ലാസിക് വെയിറ്റാണ് വരുന്നത്, 183 ഗ്രാം. കൊള്ളാം. ഡയമണ്ട്സിറ്റിയുടെ പ്രൊസസ്സർ ഞാൻ ഏത് പറഞ്ഞോളൂ, മിറോടെക്കിൻ്റെ ഡയമണ്ട്സിറ്റി. കൊള്ളാം. പിന്നെ ഫ്രണ്ട് ക്യാമറ പറയുന്നത് 16 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ HD റെക്കോർഡിംഗ് ഉണ്ട്, ഫുൾ HD റെക്കോർഡിംഗ് ഉണ്ട്, വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, ഡുവൽ ക്യാമറ ലെൻസ്, പ്രൈമറി ക്യാമറയാണ്. അതർ ഡീറ്റെയിൽസ് വരുന്നത് സ്മാർട്ട് ഫോണാണ്. ടച്ച് ഡിസ്പ്ലേ ക്യാപ്ഷനാണ്. സിമ്മ് അതായത് നാനോ സിം സൈസാണ്. യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ColorOS 50.0, ദാറ്റ് മീൻസ് ColorOS 15 ബേസ്ഡ് ഓൺ ലേറ്റസ്റ്റ് വേർഷൻ. ഓക്കെ, ആൻഡ്രോയിഡ് 15. പിന്നെ MMS വരുന്നുണ്ട്, അത് ആണ് ഉണ്ട്. SMS വരുന്നുണ്ട്, ഗ്രാഫിക്സ് IPPI വരുന്നുണ്ട്, 450 IPPI. പിന്നെ
യൂസർ മെമ്മറി ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, SMS ഒക്കെ വരുന്നത് കൊള്ളാം, നല്ലൊരു ഫോൺ. പിന്നെ മറ്റേ ഇതില്ല, ഏത് ഹൈബ്രിഡ് സിം സ്ലോട്ട് വരുന്നില്ല. അത് നമ്മൾ വേണമെങ്കിൽ വാങ്ങിച്ചു വയ്ക്കണമല്ലോ. കുഴപ്പമില്ല, ഈ ഫോണിൽ വേണ്ട. പിന്നെ ബ്ലൂടൂത്ത് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് ഹോട്ട്സ്പോട്ട് വരണമല്ലോ. ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറയുന്നത് വെർഷൻ 5.4 ആണല്ലോ അങ്ങനെ എന്തുകൊണ്ടടി. പിന്നെ NFC ഇല്ല. വൈഫൈ ഹോട്ട്സ്പോട്ട് വരുന്നുണ്ട്, ഇൻഫ്രണ്ട് വരുന്നുണ്ട്, EDGE വരുന്നുണ്ട്, GPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആഡിയോ ജാക്ക് ടൈപ്പ് C ആണ്. ടൈപ്പ് C ആഡിയോ ജാക്ക്. ഓക്കെ, ടൈപ്പ് C ആണ്. ഇതാണ് ഫോണിൻ്റെ ക്യാമറ കൊള്ളാം, നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഇങ്ങനെ റിവ്യൂ നോക്കി എടുക്കാം. ഓക്കെ, നല്ല ഫോൺ, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഫോൺ തന്നെയടി, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഞാൻ ഇനി നിർബന്ധിച്ച് വാങ്ങിക്കണില്ല. 15,000 രൂപയൊക്കെ തന്നെ ആവും കേട്ടോ. പക്ഷേ ഇന്ന് എൻ്റെ ലൊക്കേഷനിൽ ഇല്ല. അതൊന്നും കഴിയില്ല. നമ്മളെന്തായാലും ഇത്രയും കൂടിയ GP ഒക്കെ എടുക്കും, കുറച്ച് പൈസ കൂടുതൽ കൊടുത്ത് അതേ വാങ്ങാൻ നോക്കൂ. അല്ലാതെ 8 GB ഒന്നും നമ്മൾ വാങ്ങാൻ നോക്കത്തില്ല. നമ്മൾ ഭയങ്കര അഭിമാനികളാണല്ലോ. കൊള്ളാം, ഒരു മിഡ് റേഞ്ച് നല്ല ഫോൺ. നമുക്കിതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി നോക്കാം. അതിന് മുമ്പ് പറയാനുള്ളത്, ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് ഒരു 80W ഫാസ്റ്റ് ചാർജറും ഒരു കേബിളും സ്ലിം സ്ലോട്ടും മറ്റേ സിം സെറ്റിംഗ് ടൂളും കവർ കേസും ഫോണും ഈ വാരൻറ്റി കാർഡ് യൂസർ മാനുവൽ, അത് വേറെ ഒന്നും വരില്ല. പിന്നെ വേറെ ഒന്നും വേണ്ട. പിന്നീട് ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ പൊന്നോ, ഇതാണ് ഫോട്ടോ. നൈസ് ക്യാമറ. ഓക്കെ, നൈസ് ടെമ്പറേച്ചറിനൊക്കെ ഒരു എടുത്ത് നൈസ് ക്യാമറ. ഓക്കെ, സീനടി, ഒരു രക്ഷയില്ലാത്ത ക്യാമറ. ഓക്കെ, ഫോൺ നിങ്ങൾക്ക് എല്ലാ കാര്യവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഫോൺ എടുക്കാം. ഓപ്പോ K30 ടെർബോ. ഓപ്പോ K30 ടെർബോ പറയുമ്പോൾ തന്നെ കണ്ടോ, നമുക്കിതിൽ 3 കളറിലാണ് അവൈലബിൾ. ബ്ലാക്ക്, പർപ്പിൾ, വൈറ്റ് എന്നാണ് ഈ 3 കളറിലാണ് അവൈലബിൾ. ഇതിൽ കണ്ടോ മറ്റേ ഗ്ലോയിങ് മറ്റേ ലൈൻ വരുന്നുണ്ട്. ഫാനിൻ്റെ ചുറ്റും കണ്ടല്ലോ, പച്ച കളറിൽ. അത് തന്നെ. പിന്നീട് ഓപ്പോ K30 ടെർബോ 5G ആണ് വരുന്നത്. ഇന്ത്യാസ് ഓൺലി മറ്റേ ഫാൻ ഉള്ള ഫോൺ എന്നാണ് പറയുന്നത്. പിന്നെ 7000 mm VC കൂളിംഗ് കൂടെ പറഞ്ഞത്. അൾട്രാ ലാർജ് മീഡിയാടെക് 8450 ചിപ്പ് സെറ്റ്, 14 ലക്ഷത്തിലധികം ANTUTU സ്കോർ, 7000 mAh ബാറ്ററി, 80W ഫാസ്റ്റ് ചാർജിങ്, പിന്നെ 5 വർഷത്തെ ഡ്യൂറബിൾ ബാറ്ററി. നല്ല ഫോൺ. ഓപ്പോയുടെ പർപ്പിൾ കളറോ പളപ്പണ്ടി, നല്ല ഡിസൈനും. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. 7000 മീറ്റർ VC കൂളിംഗ് ചാമ്പറാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു ഫാൻ വരുന്നുണ്ട്. ഫാന് അത്യാവശ്യം പ്രോസസ്സറിന് കൂളാക്കുന്ന ഫാൻ. പിന്നെ 120 FPS ഗെയിമിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ടെർബോ അലുമിനിയം മറ്റേതാണ് വരുന്നത്. പിന്നെ IPX68/9 വരുന്നുണ്ട്. സ്പോർട്സ് ലെവൽ ഫ്ലാറ്റ് സ്ക്രീനാണ് വരുന്നത്. പിന്നീട് ബാറ്ററി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7000 mAh ബാറ്ററി, 80W ഫാസ്റ്റ് ചാർജിങ്ങാണ് വരുന്നത്. ഫ്ലാഷ് ചാർജിങ് ആണ് വരുന്നത്. ഫാസ്റ്റ് അല്ല, ഫ്ലാഷ് ചാർജിങ് ആണ് വരുന്നത്.
ഫ്ലാഷ്. ഓക്കെ, ഫ്ലാഷ് ചാർജിങ് പിന്നെ ഇന്ത്യ സോളി അവരതിനെ സ്റ്റീം എഞ്ചിൻ എന്നാണ് വിളിക്കുന്നത്. ദി ബെസ്റ്റ് ഇൻ എന്തൊക്കെയോ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളി പാള സൂപ്പർ പ്രോസസ്സറാണ് ഇതിൽ വച്ചിരിക്കുന്നത്. പിന്നെ ഗെയിമിങ്ങിന് 120 FPS ഗെയിമിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 25 ഡിഗ്രി എന്നൊന്നും കൂടത്തില്ല ഗെയിം കളിക്കുമ്പോൾ എല്ലായിട്ട്. പിന്നെ 7.5 mAh ബാറ്ററി, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ബൈപ്പാസ് ചാർജിങ് വരുന്നുണ്ടടി. ഗെയിം കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചാർജ് ഉണ്ടാവും, ഒന്നും പറ്റൂല ഈ ഫോൺ. പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് 3 മണിക്കൂർ കളിച്ചാൽ 25 ഡിഗ്രി സെൽഷ്യസ് ആവുകയുള്ളൂ. പിന്നെ ആൾ റൗണ്ട് എമൗണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഫോണാണ് പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഗ്ലാസ് ഫ്ലാഗ്ഷിപ്പ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഗൈസ്. 80 MP അൾട്രാ ക്ലിയർ ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. 80 MP മെയിൻ ക്യാമറ വിത്ത് OISലെടുത്ത ഫോട്ടോയാണ് നിങ്ങൾ ആദ്യം കാണുന്ന രാവിലെ എടുത്ത ഫോട്ടോ. അൾട്രാ HD നൈറ്റിലെടുത്ത് രാത്രി എടുത്ത. പിന്നെ എറേസർ വരുന്നുണ്ട്. ഇങ്ങനത്തെ 2.0 വെർഷൻ സർക്കിൾ എറേസർ വരുന്നതാണ്. അല്ലാതെ എറേസർ പിന്നെ ബ്ലറർ ഫോട്ടോ തന്നെ നല്ല ക്ലാരിറ്റി ആക്കുന്നതും റിഫ്ലക്ഷൻ റിമൂവറും നെക്സ്റ്റ് ബ്യൂട്ടി കൂട്ടണ സാധനം ഉണ്ടായിരുന്നു അതും. പിന്നെ യുവർ പേഴ്സണൽ ഗെയിമിങ് അസിസ്റ്റൻറ്റിനെ കുറിച്ച് ഗെയിം കളിക്കാൻ എന്തോ. പിന്നെ 7,000 300%-ലധികം സൗണ്ടൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ. നല്ലൊരു ഫോൺ. ഫാനെടുത്ത് മാറ്റിയാൽ കൊള്ളാം കേട്ടോ. നല്ലൊരു പോളി ഫോൺ. അത് സീന് ഫോൺ സൂപ്പർ ഫോണടി. വില പറഞ്ഞത് 30,000 രൂപയാണ്. സ്റ്റോറേജ് കുറച്ച് കുറഞ്ഞു പോയി. 12 കൊടുക്കേണ്ടായിരുന്നു. ഇതിൽ 256 GB പ്ലസ് 8 GB 30,000 രൂപയാണ്. എങ്കിലും കൊള്ളാം. 30,000 രൂപ എന്ന് പറഞ്ഞാൽ തള്ളാൻ പാടില്ല, കൊള്ളാം. അതിനകത്ത് ഫീച്ചർ ഇവർ കൊടുക്കുന്നുണ്ട്. വിലയൊന്നും കുഴപ്പമില്ല കേട്ടോ. വേറെ കളറും. അപ്പം നമുക്കിതിൻ്റെ ബ്രൈറ്റ്നെസ്സൊക്കെ നോക്കണമല്ലോ. അതുപോലെ ഡിസ്പ്ലേ ഏതാണെന്ന് നോക്കണം. നമ്മൾ ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നെസ് എടുക്കുമ്പോൾ പിന്നെ വെയിറ്റ് വരുന്നുണ്ട് 207 ഗ്രാമാണ് വരുന്നത്, കുഴപ്പമില്ല. പിന്നെ 1 ബില്യൺ കളർ വരുന്നുണ്ട്. 1.4K AMOLED ആണ് വരുന്നത്. ഫ്ലെക്സിബിൾ സ്ക്രീനാണ് വരുന്നത്. പിന്നെ വരുന്നത് ബ്രൈറ്റ്നസ് 600 നെറ്റിൻ്റെ ബ്രൈറ്റ്നസ്സാണ് വരുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു ബ്രൈറ്റ്നസ്സാണ് വരുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് വീണ്ടും കൂട്ടാൻ പറ്റും. 1200 നെറ്റ് വരെ കൂട്ടാൻ പറ്റും. അത് കഴിഞ്ഞാൽ 1200 1600. ഓക്കെ. പിന്നെ വോയിസും ഒക്കെ പറയുന്നത് ആൻഡ്രോയിഡ് വോയിസൊക്കെ തന്നെയാണ് വരുന്നത്. 50 MP ക്യാമറയാണ് വരുന്നത്. ഒപ്റ്റിക്കൽ സൂം നോയാണ്. എന്നാൽ സെക്കൻഡറി ക്യാമറ അവൈലബിൾ ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 16 MP ഒരു ക്യാമറയാണ്. HD റെക്കോർഡിംഗ് വരുന്നുണ്ട്. ഫുൾ HD റെക്കോർഡിംഗ് വരുന്നുണ്ട്. വീഡിയോ റെക്കോർഡിങ്ങും വരുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് 10x വരെ സൂം, ഡീറ്റെയിൽ സൂം 10x വരെ ചെയ്യാൻ പറ്റും. പിന്നെ 240 FPS 60 FPS 30 FPS. പിന്നെ മറ്റേ കളർ വോയിസ് തന്നെയാണ് വരുന്നത് 15. പിന്നെ ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരണില്ലേ, 3 മൈക്കുണ്ട് ഇനി. അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരണമെങ്കിൽ നിങ്ങൾ വായിച്ചങ്ങെടുത്തോ. അത് വായിച്ചെന്ന് ഈ വീഡിയോ ഇപ്പം എങ്ങനെയൊന്നും നിൽക്കില്ല. പിന്നെ FM ഒന്നും വരുന്നില്ല, FM റെക്കോർഡിങ്. പിന്നെ മറ്റേ സ്ലിം സ്ലോട്ട് ഉണ്ടല്ലോ, ഹൈബ്രിഡ് സ്ലിം സ്ലോട്ട്, അതും വരുന്നില്ല. പിന്നെ NFC-യും വരുന്നില്ല. ബാക്കിയെല്ലാം വരുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടിൽ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ 2 ഫോണും കൊള്ളാം. ഇതിൽ പ്രോസസ്സർ, ബാറ്ററി, ഡിസ്പ്ലേ
ഡിസ്പ്ലേയിലില്ല. പ്രൊസസ്സർ, ബാറ്ററി, മറ്റേ കൂളിംഗ് ചാമ്പർ, പിന്നെ എന്തോന്നടി വേറെ അങ്ങനെയൊന്നുമില്ല. വില, AnTuTu സ്കോറ്, വെർഷൻസ്, യുടെ സാധനങ്ങൾ, ബാറ്ററി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂളിംഗ് ചാമ്പർ, വാട്ടർ പ്രൊട്ടക്ഷൻ, ഇതെല്ലാം ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഡിസൈന്. ഇത് ഗ്ലോ ഡിസൈൻ, മറ്റേത് ഫുള്ള് ഗ്ലോ ആണ്, മൂന്നും ഗ്ലോ ആണ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന Oppo K30 ടർബോയാണ്. ഇനി നമ്മുടെ റിയൽമി മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറേജ്, പ്രൈസ് റേഞ്ച്, അതുപോലെ എന്തുകൊണ്ടാണ് ബ്രൈറ്റ്നസ്, ഇത്രയിലാണ് റിയൽമി മുന്നിൽ നിൽക്കണേ. ഞാൻ പറയുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു 5000 രൂപയും കൂടെ കൊടുത്ത് ഈ ഫോൺ വാങ്ങണമായിരിക്കും നല്ലത്. നല്ലൊരു ഫോണാണ് കേട്ടോ, ക്യാമറയൊക്കെ കൊള്ളാവുന്നൊരു നല്ലൊരു ഫോൺ. അതിനെക്കാട്ടിയും എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതാണ്. ഒരിക്കലും നിങ്ങളെ അങ്ങനെ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഏത് വേണോ വാങ്ങാം. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ രണ്ട് ഫോണും കമ്പയർ ചെയ്യുമ്പോൾ ഇതാണെങ്കിൽ ഇത് വാങ്ങാം. ഇപ്പോൾ നമ്മളിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാം, അത് വാങ്ങണതിലൊരു കുഴപ്പമില്ല. എങ്കിലും ഇതും വാങ്ങാം എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഈ ഫോണിനെ കമ്പയർ ചെയ്യാത്തതിൻ്റെ കാര്യം, ഇതിന് വിലയും കൂടുതലാണ്. അതുപോലെ ഇവർ മറ്റേ സ്റ്റോറേജും തരുന്നുണ്ട്, മറ്റേ കൂളിംഗ് ചാമ്പറും പ്രോസസ്സറും ഫാനും മറ്റേതും മറിച്ചതും എല്ലാം കൂടുതലാണടി. അതുകൊണ്ട് ഇതിനെ വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലൈറ്റൊക്കെ വരുന്നുണ്ട്, ഇതിനെയൊന്നും വെച്ച് മറ്റേതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ കമ്പയർ ചെയ്യാത്തത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ ഫോണിനെ ഇപ്പോൾ ചുമ്മാ കാണിച്ചു തരണമെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഫോണും ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരണതേ ഉള്ളൂ. ഈ ഫോണും കൊള്ളാം. ഇപ്പോൾ ക്യാമറ നല്ല ഫോണാണെങ്കിൽ ഈ ഫോൺ തന്നെ വാങ്ങണം. അണ്ടർ 40,000 കഴിയും, 4100 ആവും നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോൾ നേരത്തെ വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പം ഇതെന്താ ഞാൻ പറഞ്ഞു വന്നത്? ഈ രണ്ട് ഫോണിൽ ഞാൻ ഈ ഫോണായിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഫോണിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങാതേ ഇരിക്കാം. എന്നാൽ അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു ഫോൺ വാങ്ങുന്നതായിരിക്കും, Oppo K30 ടർബോ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇതുപോലുള്ള ഫോണുകളുടെ അപ്ഡേഷനുമായി അല്ലെങ്കിൽ വീഡിയോ ഇടുന്നതിന് അറിയാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റോ ഇനി കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ബൈ.